മേരി slovelyKitchen പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചമ്മന്തിയാണ്. നെല്ലിക്ക ചമ്മന്തിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. നെല്ലിക്കയുടെ ഗുണങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫ്രൂട്ടാണ് നെല്ലിക്ക. വൈറ്റമിൻ സിയുടെ കലവറയാണ്. മാത്രമല്ല കണ്ണിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും ഡൈജഷനും മെമ്മറിക്കും ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആണ് നമ്മുടെ ഈ നെല്ലിക്ക. ദിവസവും ഓരോ നെല്ലിക്കയെങ്കിലും കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ നമുക്കിന്ന് നെല്ലിക്ക വെച്ചിട്ടുള്ള ഒരു ചമ്മന്തി തയ്യാറാക്കാം. ഞാനിവിടെ ഒരു 10 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാന്താരി മുളകും 3 ചുവന്നുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും അല്പം കറിവേപ്പിലയും 1/2 കപ്പ് തേങ്ങ ചിരകിയതും എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ നെല്ലിക്ക ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. അതിന്റെ കുരുവൊക്കെ മാറ്റിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇതിലേക്ക് ചേർക്കുന്ന കാന്താരിമുളകിന്റെ അളവ് ഞാൻ പറയുന്നില്ല, ഓരോരുത്തരുടെ എരിവിന്റെ അനുസരിച്ച് എടുത്താൽ മതി. നമ്മളിപ്പോ നെല്ലിക്കയെല്ലാം ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കണ്ട, അങ്ങനെ തന്നെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. നമ്മൾ ഈ നെല്ലിക്ക ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ തേങ്ങ കുറച്ച് കുറവാണ് എടുത്തിട്ടുള്ളത്. നെല്ലിക്കയാണ് കൂടുതൽ ഞാൻ എടുത്തിട്ടുള്ളത്. തേങ്ങ കൂടുതൽ എടുക്കുമ്പോൾ നെല്ലിക്കയുടെ ടേസ്റ്റ് അത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കുറച്ച് തേങ്ങ എടുക്കുന്നത്. കുറച്ച് തേങ്ങ എടുത്ത് ചമ്മന്തി ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ നമ്മളിത് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കിയിടാം. എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് ബാക്കിയുള്ളതെല്ലാം കൂടെ ചേർക്കാം. ഇഞ്ചിയും ചുവന്നുള്ളിയും ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിടാം. പിന്നെ ഇതിലേക്ക് കാന്താരിമുളകും കറിവേപ്പിലയും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് തേങ്ങയും കൂടി ചേർക്കാം. ഇതിലേക്ക് കാന്താരിമുളക് തന്നെ ചേർക്കണം എന്നില്ല, പച്ചമുളക് ഏതെങ്കിലും ചേർത്താൽ മതി. പിന്നെ മുളക് ചേർക്കുമ്പോൾ എപ്പോഴും അത് നമ്മുടെ എരിവിന് അനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. കാന്താരിമുളകും ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. നമുക്കൊക്കെ അറിയാം, കാന്താരിമുളക് കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ടൊക്കെ വളരെ നല്ലതാണ്. ഇനി ഇതിലേക്ക് തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് അരച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നെല്ലിക്കയുടെയും പിന്നെ ഈ തേങ്ങയിലും ഒക്കെയുള്ള വെള്ളം കൊണ്ട് തന്നെ ഇത് പാകത്തിന് അരഞ്ഞു കിട്ടും. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇപ്പോൾ നമ്മളിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അല്പം കൂടെ ഒന്ന് അരഞ്ഞു കിട്ടണം. അപ്പൊ നമുക്കിത് എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഇട്ടിട്ട് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ നെല്ലിക്ക ചമ്മന്തി ഇപ്പൊ പാകത്തിന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ ചമ്മന്തി അരയ്ക്കുമ്പം ഒരുപാട് അങ്ങ് അരഞ്ഞു പോകാതെ വേണം എടുക്കാനായിട്ട്. ഇപ്പൊ നമ്മുടെ നെല്ലിക്ക ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചമ്മന്തി ഇങ്ങനെ തന്നെ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോ ഇതൊന്ന് ഉരുട്ടിയെടുക്കാൻ പോവാണ്. നെല്ലിക്ക ചമ്മന്തി ഇങ്ങനെ റെഡിയാക്കിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാറുണ്ട്. നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഞാനിപ്പോ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കുന്നില്ല. അപ്പൊ നമ്മൾ ഈ നെല്ലിക്ക ചമ്മന്തി ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. കാന്താരി മുളകിന്റെ എരിവും നെല്ലിക്കയുടെ പുളിയും മധുരവും ഒക്കെ ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. കഞ്ഞിയുടെ കൂടെയും ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഒന്ന് അറിയിക്കുക. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.